ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രഗ്നൻസി ജേർണിയെ പറ്റിയുള്ള വീഡിയോ ആണ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഇട്ടേക്കാം. എന്തായാലും കയറി ഒന്ന് കണ്ടു നോക്കിയിട്ട് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ എന്തായാലും കാണാതിരിക്കത്തില്ല, എന്തെങ്കിലും പോയിൻറ്റ്സ് കാണാതിരിക്കത്തില്ല. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോയാലോ? വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ? ഇന്ന് ഞാൻ എൻ്റെ ട്രൈമസ്റ്റർ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്റർ. ഫസ്റ്റ് ട്രൈമസ്റ്റർ ഫസ്റ്റ് മന്ത്, സെക്കൻഡ് മന്ത്, തേർഡ് മന്ത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1.5 മാസം ആയപ്പോഴാണ് എൻ്റെ പ്രഗ്നൻസി ഞാൻ അറിയുന്നത് കേട്ടോ. ബാക്കി ഇനി 1.5 മാസമാണ്. എനിക്ക് ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ട്രൈമസ്റ്റർ ഈസ് ക്രൂഷ്യൽ ആ ഒരു മന്താണ്. ഭയങ്കര വൊമിറ്റിങ്ങും അങ്ങനെയൊക്കെ ആയിരുന്നു. ബട്ട് എനിക്ക് ദൈവം സഹായിച്ചിട്ട് വൊമിറ്റിംഗ് ഉണ്ടായിരുന്നില്ല. അതിന് പകരം എനിക്ക് ഉണ്ടായിരുന്നത് ഭയങ്കര ക്ഷീണമായിരുന്നുകൊണ്ട് എനിക്ക് ഏത് സമയം ഉറങ്ങുക എന്നുള്ളൊരു ക്ഷീണം, ഭയങ്കര ക്ഷീണമായിരുന്നു. പിന്നെ എനിക്ക് പല ഫുഡിനോട് സ്മെല്ലുണ്ടായിരുന്നു. എന്താ പറയുക, മീൻ, ഉണക്കമീൻ, അതുപോലെ ചായ, മുട്ട പൊരിക്കുമ്പോൾ ഇതൊക്കെ ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ. രാവിലെയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ ഞാൻ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ സ്മെല്ല് വരും. എനിക്ക് ഒട്ടും പറ്റില്ല, വൊമിറ്റിംഗ് ടെൻഡൻസിൽ എനിക്ക് ഒട്ടും പറ്റത്തില്ല. അപ്പോൾ ഡോറ് ക്ലോസ് ചെയ്ത് ഞാൻ റൂമിനകത്തായിരിക്കും മിക്കപ്പോഴും ഇരിക്കുന്നത്. പിന്നെ ഈ മണമെല്ലാം പോയതിന് ശേഷമാണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങുന്നത്. എനിക്കത് പറ്റത്തില്ല. പിന്നെ എന്താ പറയുക, ഞാൻ അപ്പോഴും കഴിച്ചുകൊണ്ടിരുന്ന ഫുഡ് വെള്ളം കുടിക്കും. അതുപോലെ പിന്നെ എനിക്ക് വോമിറ്റിംഗ് ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ഞാൻ കഴിക്കുന്ന ഫുഡെന്ന് പറയുന്നത് എന്താ പറയുക, പയറും കഞ്ഞി, പിന്നെ ചേട്ടനുണ്ടാക്കി തന്ന കേർഡ് റൈസ്. ഇത് രണ്ടുമാണ് ഞാൻ ഓരോ ദിവസം കഴിച്ചുകൊണ്ടിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് ദോശ മാത്രമേ കഴിക്കത്തുണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും എനിക്ക് വേണ്ട. ആരെന്ത് ചോദിച്ചാലും എനിക്ക് വേണ്ടാന്നായിരുന്നു എൻ്റെ എല്ലാവരോടും ഞാൻ പറയുന്ന മറുപടി. എനിക്കൊന്നും വേണ്ട, പണ്ട് കഴിച്ച ഒരു കാര്യവും എനിക്ക് വേണ്ട. ചായയോട് ഭയങ്കര വെറുപ്പാണ്, ചായയൊന്നും കുടിക്കത്തില്ലായിരുന്നു. ഇങ്ങനെയായിരുന്നു എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത്. പിന്നെ എനിക്ക് ഡോക്ടർ കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞു തന്നെ കേട്ടോ. എനിക്ക് ഗ്യാസിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു രാവിലെ ഒരു 15 മിനിറ്റ് നടക്കാൻ പറഞ്ഞു. അതുപോലെ രാത്രി ഫുഡ് കഴിച്ചതിന് ശേഷം 15 മിനിറ്റ് നടക്കാൻ പറഞ്ഞിട്ട്. ഇത് നല്ലൊരു ടിപ്സാണ്. നമ്മൾ നന്നായിട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഡെലിവറിയൊക്കെ നല്ലൊരു എന്താ പറയുക, പോസിറ്റീവ് എനർജി, അല്ലെങ്കിൽ നമുക്ക് നോർമൽ ഡെലിവറി ആവാനൊക്കെ നല്ല ചാൻസാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പിന്നെ വേറെ വലിയ കുഴപ്പമൊന്നും എനിക്കുണ്ടായിരുന്നില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തിട്ടോ കമൻറ്റിൽ. പലരും ഇതുപോലെ കാണുന്നവരുണ്ടാവും, അവർക്കിതെല്ലാം യൂസ്ഫുൾ ആയിരിക്കും ഇങ്ങനത്തെ വീഡിയോസൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ എന്ത് ചെയ്യാം,